ഇന്ന് നമ്മൾ പോകുന്നത് ഗോത്ര പൈതൃക ഗ്രാമമായിട്ടുള്ള എന്നൂരിലേക്കാണ്. അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ പകർത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇനി വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതൊക്കെ നമുക്ക് പോകാം. വയനാടിൻ്റെ ടൂറിസത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഈ ഒരു പൈതൃക ഗ്രാമം. വളരെയധികം പേര് വന്ന് കാണുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയയും കൂടിയാണ് ഈ ഒരു ഗോത്ര പൈതൃക ഗ്രാമമായിട്ടുള്ള എന്നൂരെന്നുള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പഴയ ഗോത്രവർഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടായ സമയത്തുള്ള വീടുകൾ അതേ മാതൃകയിൽ പണിത് വെച്ചിരിക്കുന്നതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ച എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നല്ല ഒരു വ്യൂ ഈ ഒരു മലമുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജീപ്പിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആൾക്കാർ വരുന്നതനുസരിച്ചിട്ടാണ് ജീപ്പുകൾ വന്ന് അവരെ കൂട്ടി മേളിലേക്ക് കൊണ്ടിറക്കുന്നത്. ഏതാണ്ട് 2-2.5 കിലോമീറ്ററോളം നമ്മൾ ഈ ജീപ്പിൽ സഞ്ചരിച്ചതിന് ശേഷമാണ് ഈ എന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ കവാടത്തിലെത്തുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം. ഇവിടെ നമ്മൾ കൊണ്ട് കാർ പാർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഫീ ഉണ്ട്. ആ ഒരു ഫീ കൊടുത്ത് കാർ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് ജീപ്പുള്ള സ്ഥലത്തേക്ക് വരുന്നത്. ഇവിടത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായി നമ്മൾ ഓൺലൈനിലാണ് പോകേണ്ടത്. ഓൺലൈനിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഈ ജീപ്പിനുള്ള എമൗണ്ട് നമുക്ക് അവിടെ കൊടുത്ത് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഏതാണ്ട് 4 മണി വരെയാണ് ഈ ബുക്കിംഗ് ഉള്ളത്. 4:30-5 മണിയോടുകൂടി ഇവിടെ നിന്നും എന്നൂരിലേക്കുള്ള, അതായത് ഈ ഗോത്ര പൈതൃക ഗ്രാമമായിട്ടുള്ള എന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ജീപ്പുകളുടെ ഷട്ടിലടി നിർത്തും. അത് കഴിഞ്ഞ് ഏതാണ്ട് 6 മണിയോടുകൂടി അവിടെ നിന്നും താഴേക്കുള്ള ജീപ്പുകൾ 6 മണി വരെ ആണ് ഉള്ളത്. ഇതിൻ്റെ കവാടത്തിൽ എത്തിയതിന് ശേഷം നമ്മൾ ഓൺലൈനിൽ എടുത്തിരിക്കുന്ന ടിക്കറ്റ്, അതിൻ്റെ സ്കാനിങ് കോഡ് ഇവിടെ കാണിച്ചതിന് ശേഷം നമുക്ക് അവിടെ നിന്നൊരു ചെറിയ ടിക്കറ്റ് തരും. ആ ടിക്കറ്റും വാങ്ങി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ നിന്ന് കയറി പോകുമ്പോൾ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ചുറ്റി കിടക്കുന്ന, അതായത് ഈ എന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ചുറ്റുപാടുമുള്ള മലകളുടെ ആ ഒരു സൗന്ദര്യമാണ്. അതിങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയാൽ അറിയാം, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും ഇതേപോലെയുള്ള നല്ല കിടിലൻ വ്യൂ ആണ് ഉള്ളത്. അതുതന്നെയാണ് ഈ എന്നൂരിൻ്റെ ഒരു മെയിനായിട്ടുള്ള പ്രത്യേകത. 4 മണി സമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലെല്ലാം കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിലെ നടക്കാനും അത്രയ്ക്ക് വലിയ വിഷമമൊന്നുമില്ല.
ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നവർ തീർച്ചയായും വൈകുന്നേരങ്ങളിൽ വരുന്നതാണ് നല്ലത്. ഉച്ച സമയങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒന്നും കാണാനും സാധിക്കില്ല. അതേപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ക്ഷീണിച്ചും പോകും. അത്രയ്ക്ക് വെയിലാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ വരികയാണ് ഏറ്റവും നല്ലത്. ഇതിന് മുകളിൽ എത്തി നിന്നാലുള്ള കാണാൻ പറ്റുന്ന കാഴ്ചയാണിത്. പഴയ ആ ഒരു ശൈലിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വീടുകൾ നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ വരുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത്, ഇവിടെ പുതിയതായി തുടങ്ങുന്ന കൃഷി രീതികളെല്ലാം ചെയ്തു വരുന്നതേ ഉള്ളൂ. പയറുകളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡ് വഴി ചെടികൾ അതെല്ലാം അവർ നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ഈ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പഴയ രീതിയിലൊക്കെയാണ്. എന്നാലും എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു കാര്യം, ഇതെല്ലാം വൈക്കോല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വീടുകളൊക്കെ തന്നെയാണ്. പക്ഷേ
ഈ വീടുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഇതിനുള്ളിൽ ഷീറ്റ് ഇട്ടതിന് ശേഷം അതിന് മണ്ടേ വൈക്കോല് വെച്ചിട്ട് മേഞ്ഞിരിക്കുന്ന വീടുകളാണ്. അപ്പോൾ ടൂറിസത്തിന് വേണ്ടി മാത്രം അവർ ആ ഒരു രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന വീടുകളാണിത്. അപ്പോൾ ഇവിടെ കാണാൻ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ആ ഒരു സമയത്ത് പണിത വീടുകളാണെന്നും വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സ് മടുത്തു പോകും. പക്ഷേ ഇത് ആ ഒരു ശൈലിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന വീടുകളാണ്. പഴയ കാലത്ത് ആ ഉള്ള ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ അകത്തെല്ലാം ഷീറ്റുകൾ ഇട്ടതിന് ശേഷം അതിന് മണ്ടേ വൈക്കോൽ കച്ചുകൾ വെച്ച് മേഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇവിടെ വരുന്നത് കൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഈ 360 വ്യൂ ആണ്. ഈ വ്യൂവിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ വളരെ മനോഹരമാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ടൂറിസത്തിന് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്നൂരെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക.